ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡി ഫിൽറ്റർ കുക്കിംഗ് വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് ഗ്രേപ്സ് ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ്. മുന്തിരി വേവിച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ പുതിയ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീഡിയോയിലേക്ക് പോകാം. മുന്തിരി വേവിച്ചിട്ടാണ് ഞാനിന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് നല്ലതുപോലെ ഇത് കഴുകിയെടുക്കേണ്ടതുണ്ട്. കുരുവില്ലാത്ത മുന്തിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്പം നീളമുള്ള ടൈപ്പാണിത്. എല്ലാം ഇതുപോലെ അടർത്തിയെടുക്കാം. നമുക്കിത് ഓരോന്നും അടർത്തിയെടുക്കാം. ഇതിൻ്റെ ഇടയിലെല്ലാം കീടനാശിനി ഉണ്ടാവും. മുന്തിരിങ്ങ കഴുകിയെടുക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ച് അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അരമണിക്കൂറിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുക്കേണ്ടതുണ്ട് ഈ മുന്തിരിങ്ങ. ഈ മുന്തിരി അരമണിക്കൂറിന് ശേഷം 6-7 പ്രാവശ്യം നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മുന്തിരിങ്ങ വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുന്തിരിയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ മുന്തിരിങ്ങ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൊട്ടി വരും. ആ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മൾ വേവിച്ചിരിക്കുന്ന മുന്തിരി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കട്ടെ. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ് ഒഴിക്കാം. ഇനി അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. മുന്തിരിങ്ങ ജ്യൂസാക്കി എടുക്കുന്ന സമയത്ത് കുരുള്ള മുന്തിരിങ്ങയാണെങ്കിൽ കുരു എടുത്ത് കളഞ്ഞതിന് ശേഷം വേണം ജ്യൂസാക്കി എടുക്കേണ്ടത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ്. കുരു എടുക്കാതെ ജ്യൂസാക്കി കഴിഞ്ഞാൽ മുന്തിരിങ്ങ ജ്യൂസിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അല്ലെങ്കിൽ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അതിനുശേഷം കുരു എടുത്ത് ഇതുപോലെ നീക്കിയെടുത്താൽ മതി. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ ബൈ.